അത് ഒന്ന് അദ്ദേഹത്തിന്റെ കേരള ഗവൺമെന്റ് സർവൻസ് കോണ്ടാക്ട് റൂൾസിന്റെ വയലേഷൻ ഉണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ 60, 62, 70, 74 എന്നീ പറയുന്ന ചട്ടങ്ങളുടെ വയലേഷൻ അക്കാര്യത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. ഈ സിസ്റ്റത്തിൽ സംഭവിച്ചിട്ടുള്ള ചില പോരായ്മകളുണ്ട്. ഒന്ന്, സാധന സാമഗ്രികൾ, മെഡിക്കൽ ഉപകരണങ്ങളുടെ വിലവർദ്ധനവ് ക്രമാതീതമായി വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് സ്വാഭാവികമായി സൂപ്രണ്ടിന് പലതും ഇന്റന്റ് ചെയ്യുമ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇന്റന്റ് ചെയ്യുന്ന കാര്യത്തിൽ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികൾ കൂടി ബോധ്യപ്പെടേണ്ട സാഹചര്യം പൊതുസമൂഹത്തിനുണ്ട്. മറിച്ച് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച്, ആക്ഷേപങ്ങളെ സംബന്ധിച്ച്, പോരായ്മകളെ സംബന്ധിച്ച് വളരെ കൃത്യമായി 3 അംഗ വിദഗ്ധ സമിതി വെച്ചുകൊണ്ട് കേരളത്തിലെ മികച്ച 3 ഡോക്ടർമാരെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കുകയും ആ അന്വേഷണത്തിൽ പോരായ്മപ്പെടുകയും ആരോഗ്യ വകുപ്പിനുണ്ടായിട്ടുണ്ട്. ആ പോരായ്മകൾ പരിഹരിക്കുന്നതിനു വേണ്ടി ആരോഗ്യ മേഖലയിൽ സർക്കാർ സംവിധാനത്തിൽ ആകമാനം ഇടപെടുന്നതിന് ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്, ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം കണ്ടിട്ടുള്ള കാഴ്ചകൾ. മറിച്ച് ഇപ്പൊ ഡോക്ടർ ഹാരിസിന് മാധ്യമങ്ങളും ഇപ്പോൾ വെറുതെ വിടണം എന്നുള്ളതാണ് അഭ്യർത്ഥന. അദ്ദേഹത്തിന്റെ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പൊതുമധ്യത്തിൽ പറഞ്ഞത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിശദീകരണം ചോദിച്ചു. അത് വിശദീകരണം ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചും നൽകാൻ ബാധ്യസ്ഥനാണ്. അത്തരത്തിൽ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആ വിശദീകരണം തൃപ്തികരമാണ് എന്ന് സംസ്ഥാന സർക്കാരിനും ആരോഗ്യവകുപ്പിനും ബോധ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു ശിക്ഷാ നടപടിയിലും പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഓക്സിലോസ്കോപ്പ് എന്ന് പറയുന്ന നേരത്തെ 20 ലക്ഷം രൂപയോളം ശ്രീ തിരുവനന്തപുരം MP ആയിട്ടുള്ള ശ്രീ ശശി തരൂർ MP വികസന ഫണ്ടിൽ നിന്ന് നൽകിയിട്ടുള്ള മോക്സിലോസ്കോപ്പ് അത് ഉപയോഗരഹിതമായി അത് അവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗരഹിതമായി ഇരുന്ന ആ ഉപകരണത്തിന്റെ ചില ഭാഗങ്ങൾ കാണാനില്ല എന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.